ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കാലവർഷം കേരളത്തിൽ പ്രവചിച്ചതിലും നേരത്തെ എത്തുന്നത് 15 വർഷത്തിന് ശേഷം. തുള്ളി തോരാതെ പെരുമഴ. കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത. പെരുമഴയിൽ സംസ്ഥാനത്ത് കനത്ത നാശനഷ്ടം. മരങ്ങൾ കടപുഴകി, വീടുകൾക്ക് കേടുപാടുകൾ. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. തലസ്ഥാനത്ത് തോരാമഴ. വെള്ളക്കെട്ടിൽ വലഞ്ഞ നഗരം. കനത്ത മഴയിൽ അട്ടപ്പാടി ഇരുട്ടിൽ. വൈദ്യുതി തടസ്സപ്പെട്ട് 24 മണിക്കൂർ. ആണവായുധ ബ്ലാക്ക് മെയിലിംഗ് വേണ്ട. ഭീകരതയോട് സന്ധിയില്ല. ബെർലിനിൽ ആഞ്ഞടിച്ച് എസ് ജയശങ്കർ. പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് ഇടനിലക്കാർ വേണ്ട. പ്രതികരണം ജർമ്മൻ വിദേശകാര്യമന്ത്രി ജൊഹാൻ വാഡേഫുളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. ഭാരതത്തെ പിന്തുണച്ച ജർമ്മനിയുടെ നിലപാടിന് നന്ദി പറഞ്ഞ് വിദേശകാര്യമന്ത്രി. പാക് ചാരനെ വധിച്ച് BSF. വെടിവെച്ച് കൊന്നത് നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ. സംഭവം ഗുജറാത്തിലെ അതിർത്തി മേഖലയിൽ. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം കോൺഗ്രസ് ചെയ്തത് പാക് പ്രീണനം. വീണ്ടും ചർച്ചയായി പാകിസ്ഥാനുള്ള UPA സർക്കാരിന്റെ ധനസഹായം. ദുരിതാശ്വാസത്തിന്റെ പേരിൽ നൽകിയത് $2.5 കോടി. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കൂടുതൽ സംഘങ്ങൾ. ശശി തരൂർ നയിക്കുന്ന സംഘം അമേരിക്കയിലേക്ക്. ബൈജയന്ത് പാണ്ഡെ നയിക്കുന്ന പ്രതിനിധി സംഘം ബഹ്റൈനിലെത്തും. പാക് ഭീകരവാദം റഷ്യയോടും UAEയോടും വിശദീകരിച്ച മറ്റ് സംഘങ്ങൾ. ലോകത്തിനു മുന്നിൽ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കുമെന്ന് വി മുരളീധരൻ. പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ ജാമ്യമില്ല, അറസ്റ്റ് വാറന്റ്. നടപടി അമിത്ഷായ്ക്കെതിരായ പരാമർശത്തിൽ വാറന്റ് പുറപ്പെടുവിച്ച് ജാർഖണ്ഡിലെ MP, MLA കോടതി. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ധൂർത്തിന്റെ പെരുമഴയായി ടൂറിസം വകുപ്പ്. ദുബായ്, ഖത്തർ വിമാനത്താവളങ്ങളിൽ പരസ്യങ്ങൾ നൽകാൻ മാത്രം 3 കോടി രൂപ. ഒരാഴ്ചക്കിടെ അനുവദിച്ചത് 10 കോടിയോളം രൂപ. എങ്ങുമെത്താതെ സംസ്ഥാന സർക്കാരിന്റെ മലബാർ റിവർ ക്രൂസ് ടൂറിസം പദ്ധതി. കണ്ണൂർ ചെറുപുഴയിൽ 8 വയസ്സുകാരിക്ക് അച്ഛന്റെ ക്രൂരമർദ്ദനം. അച്ഛനെതിരെ കേസെടുത്ത് പോലീസും ബാലാവകാശ കമ്മീഷനും. നടപടി ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് എത്തുമ്പോൾ പാകിസ്ഥാൻ ചാരനെ അതിർത്തി രക്ഷാ സേന വധിച്ചു. നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെയാണ് BSF പാക് ചാരനെ വധിച്ചത്. ഗുജറാത്തിലെ ബസന്ത് കന്ത ജില്ലയിൽ അതിർത്തി മേഖലയിലാണ് സംഭവം ഉണ്ടായത്. എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? മറ്റ് വിവരങ്ങൾ ലഭ്യമാണോ? ദേവിക, ഇപ്പോൾ BSF വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇന്നലെ രാത്രിയിലാണ് ഗുജറാത്തിലെ ബനസ്കന്ത ജില്ലയിൽ ഈ ഒരു സംഭവം ഉണ്ടായത്. ഒരാൾ ഈ നമ്മുടെ ലൈൻ ഓഫ് കൺട്രോൾ ഭാഗത്തേക്ക് നടന്നു വരികയും ഭാരതത്തിന്റെ അതിർത്തി മേഖലയിലേക്ക് പ്രവേശിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. ഇയാൾ ലൈൻ ഓഫ് കൺട്രോളിലേക്ക് നടന്ന് എത്തുമ്പോഴേക്കും വാണിംഗ് നൽകിയിരുന്നു പ്രവേശിക്കരുത് എന്നുള്ളത്. എന്നാൽ ഇയാൾ ഭാരതത്തിന്റെ അതിർത്തി മേഖലയിലേക്ക് കടക്കുകയായിരുന്നു. തുടർന്ന് വീണ്ടും BSF വാണിംഗ് നൽകി എന്നുള്ളതായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. അതേസമയം അയാൾ നിൽക്കാൻ തയ്യാറായില്ല. തുടർന്നും അയാൾ നടന്നു പോയപ്പോഴാണ് BSF ഉദ്യോഗസ്ഥർ വെടിയുതിർത്തത്. ഇയാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരനാണ് എന്നുള്ളതാണ് പ്രധാനമായും അതിർത്തി രക്ഷാസേന വ്യക്തമാക്കിയിരിക്കുന്നത്. ലോക്കൽ പോലീസ് ഇപ്പോൾ കേസെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്കും കടന്നിരിക്കുകയാണ്. ദേവി, ശരി, പാകിസ്ഥാൻ ചാരനെ അതിർത്തി രക്ഷാ സേന വധിച്ചു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് വരുന്നത്. നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെയാണ് BSF പാക് ചാരനെ വധിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ ബസന്ത് കന്ത ജില്ലയിലെ അതിർത്തി മേഖലയിലാണ് സംഭവം ഉണ്ടായത്. സംസ്ഥാനത്ത് വ്യാപക മഴയാണ്. തോരാ മഴയിൽ തീരാ ദുരിതം.
കാലവർഷം എത്തി. ഇത്രയും നേരത്തെ കാലവർഷം എത്തുന്നത് 15 വർഷത്തിന് ശേഷമാണ്. 27-ന് കാലവർഷം എത്തുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. ടിൻഡുദാസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടിൻഡു, പ്രവചിച്ചതിനേക്കാൾ വളരെ വേഗം തന്നെ കാലവർഷം കേരളക്കര തൊട്ടിരിക്കുകയാണ്. മറ്റ് റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? ദേവിക, ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പാണ് വരുന്നത്. 14 ജില്ലകളിൽ രണ്ട് ജില്ലകൾക്ക് റെഡ് അലേർട്ടും 12 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നേരത്തെ യെല്ലോ അലേർട്ടായിരുന്നു. ഇതിപ്പോൾ ഓറഞ്ച് അലേർട്ടായിട്ട് മാറിയിരിക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടരെയുള്ള തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 10 മണിക്ക് വന്ന മഴ മുന്നറിയിപ്പിലായിരുന്നു നേരത്തെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ടായിട്ടുള്ളത്. മൺസൂൺ കേരള തീരത്ത് എത്തിയതിനു ശേഷം ഉണ്ടാകുന്ന ആദ്യ മഴ മുന്നറിയിപ്പിലെ മാറ്റമാണ്. അപ്പോൾ മഴ ശക്തമായി തന്നെ തുടരുമെന്നൊരു മുന്നറിയിപ്പാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് ലഭിച്ചത് അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു. വേനൽ മഴയുടെ അവസാന ഘട്ടമാണ് ആദ്യം ഈ മഴ കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നീട് അത് 27-ാം തീയതിയോടുകൂടി മൺസൂണിലേക്ക് കടക്കുമെന്ന് IMDയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രവചനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 16-ാം മണിക്കൂറിൽ ഏതാണ്ട് 8 ദിവസത്തിന് മുന്നേ സംസ്ഥാനത്ത് മഴ അല്ലെങ്കിൽ മൺസൂൺ എത്തിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അല്പസമയത്തിനുള്ളിൽ റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണും. KSDMA ആസ്ഥാനത്ത് അദ്ദേഹം ജില്ലാ റവന്യൂ അധികൃതരും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുമായിട്ട് അവലോകന യോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴ മുന്നറിയിപ്പിൽ വരുന്ന മാറ്റങ്ങൾ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, വെതർകാസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ തുടങ്ങിയ മാറ്റങ്ങൾ വിശദമായി അവലോകന യോഗത്തിൽ ചർച്ച ചെയ്യും. വരും ദിവസങ്ങളിൽ എന്തെങ്കിലും മുന്നറിയിപ്പുകൾ എടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ യോഗത്തിൽ ചർച്ചയായിട്ട് വരും. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 30ഓളം വീടുകൾ ഭാഗികമായും 12ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 120-ലധികം റെസ്ക്യൂ ഓപ്പറേഷൻസുകളാണ് കഴിഞ്ഞ ദിവസം 2 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുള്ളത്. വിവിധ ഫയർ യൂണിറ്റുകളിൽ നിന്നുമായിട്ടാണ് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്ന് തന്നെയാണ് മഴ മുന്നറിയിപ്പിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മഴ ശക്തമാകും, മൺസൂൺ ശക്തമാകും, അതിശക്ത മുന്നേ ഇത്തരത്തിൽ മൺസൂൺ കേരള തീരത്തെത്തിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിൽ പെട്ടെന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. രാവിലെ ദിനാന്തരീക്ഷ വ്യവസ്ഥയിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് റെഡ് അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ആ 3 മണിക്കൂറിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ലഭിച്ചിട്ടുള്ളത്. ഈ 3 ജില്ലകളും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദിനാന്തരീക്ഷ വ്യവസ്ഥയിൽ മാറ്റം വരുമ്പോൾ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ മഴയുടെ തീവ്രത കുറയുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2 ജില്ലകൾക്ക് റെഡ് അലേർട്ടും 12 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിതീവ്രമായിട്ടുള്ള മഴ 114 mm മുതൽ 224 mm വരെയുള്ള തുടർച്ചയായിട്ടുള്ള തുടർ സമയങ്ങളിലെ മഴ ലഭിക്കുമെന്നും ഈ മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദേവിക, വ്യക്തമാണ്. കേരളത്തിൽ കാലവർഷം വളരെ നേരത്തെ എത്തിയിരിക്കുകയാണ്. ഇത്രയും നേരത്തെ കാലവർഷം എത്തുന്നത് 15 വർഷത്തിന് ശേഷമാണ്. 27-ന് കാലവർഷം എത്തുമെന്നായിരുന്നു നേരത്തെ കണക്കുകൾ സൂചിപ്പിച്ചിരുന്നത്. ടിൻഡുദാസാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. അതിശക്തമായ മഴയിൽ തിരുവനന്തപുരം ജില്ലയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മഴയിലും കാറ്റിലും 12ഓളം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരം ഒടിഞ്ഞു വീണ് കൊല്ലം സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റു. കിലോമീറ്റർ വേഗതയിൽ കാറ്റാഞ്ഞടിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചു. 12ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. സെക്രട്ടേറിയറ്റിന് പിൻവശത്ത് പ്രസ് ക്ലബിനോട് ചേർന്ന് നിൽക്കുന്ന കൂറ്റൻ മരമൊടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നെയ്യാറ്റിൻകരയിൽ നിർത്തിയിട്ട കാറിന് മുകളിലേക്ക് മരമൊടിഞ്ഞു വീണു. നഗരത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇന്നലെ രാത്രി മുതൽ ഗ്രാമീണ മേഖലകളിൽ വൈദ്യുതി ഭാഗികമായി ലഭിക്കുന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ മാത്രം 100-ലധികം കോളുകളാണ് ഫയർഫോഴ്സിന്റെ വിവിധ സെന്ററുകളിലേക്ക് ലഭിച്ചത്.
കാര്യവട്ടം സ്റ്റേഡിയത്തിലെ സ്പോർട്സ് ക്ലബിന്റെ റൂഫ് കാറ്റിൽ തകർന്നു വീണു. തിരുവനന്തപുരത്ത് കാട്ടാക്കട, നെയ്യാറ്റിൻകര ഭാഗങ്ങളിലും മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. തിരുവനന്തപുരം ജില്ലയിലെ തെക്കു ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ സംഭവിച്ചത്. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴ കനത്തതോടെ തലസ്ഥാനത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ജനജീവിതം ദുരിതത്തിലായി. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ നഗരസഭയ്ക്കുണ്ടായ വീഴ്ചയാണ് തുടരെ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് കാരണം. തുടർച്ചയായ 2 ദിവസങ്ങളിലെ മഴയിൽ തിരുവനന്തപുരം ജില്ലയിലെ നഗരത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. വഞ്ചിയൂർ, ചാക്ക, പേട്ട തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളാണ് വെള്ളത്തിനടിയിലായത്. വർഷങ്ങളായി ചെറിയ മഴ പെയ്താൽ വെള്ളക്കെട്ട് പതിവെന്ന് പ്രദേശവാസികളുടെ പ്രതികരണം. മഴവെള്ളം എപ്പോഴും ഇങ്ങനെ വരും, എത്ര കുത്തിവിട്ടാലും ഇങ്ങനെ 4 വശത്തു നിന്ന് വന്ന് ഇവിടെ നിറഞ്ഞിട്ട് വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ വരും. അപ്പുറത്തെ ഗേറ്റിലും വന്നിങ്ങനെ തിര അടിക്കും പോലെ അടിച്ചിട്ട് തിരിച്ചു പോകും. പിന്നെ ഞാനും അമ്മയും കൂടെ ഇറങ്ങി ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഇതൊക്കെ കുത്തും. എല്ലായിടത്തും കുത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ പോകും വെള്ളം. ഈ ഓട എപ്പോഴും നിറഞ്ഞിരിക്കും. സ്ഥിരം ഇച്ചിരി മഴ പെയ്താൽ മതി, അപ്പോഴത്തേക്ക് ഫുൾ ഇങ്ങനെയാണ്. നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് പ്രതികരണം. മഴ പെയ്ത നാടാകെ വെള്ളം, കടകൾ തുറക്കാൻ വയ്യ, ഡ്രെയിനേജ് പൊട്ടിയെടുക്കുന്നു. നാട് ആപ്പടെ സ്തംഭനത്തിലാണ്. ഒരു വൃത്തിയില്ല, വൃത്തിഹീനമായ തലസ്ഥാന നഗരി. ചവറ് കൊണ്ടും ചപ്പ് കൊണ്ടും അഴുക്ക് വെള്ളം കൊണ്ടും ഡ്രെയിനേജ് വെള്ളം കൊണ്ടും ഇങ്ങനെ നാടും നരകവും നാട് നശിച്ചുകൊണ്ടിരിക്കുന്നു. മഴ ശക്തമായാൽ പുറത്തിറങ്ങാനും ബുദ്ധിമുട്ടാണ്. ഡ്രൈനേജ് സംവിധാനം പ്രവർത്തിക്കാത്തത് വെള്ളക്കെട്ടിന് മറ്റൊരു കാരണമാണ്. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെ. എല്ലാ മഴ മാനത്ത് കണ്ടാൽ മതി ഇവിടെ വെള്ളം കയറ്റി നമ്മളെ വീട്ടിനകത്ത് വരെ കയറും. അടിച്ചു കയറ്റുന്നത് കടലിൽ തിര അടിക്കുന്ന അതുപോലെ ഇപ്പൊ ഇടയ്ക്കൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്നും അവർ വൃത്തിയാക്കുന്നുണ്ട്. ഈ ചവറ് കയറി ഇടയുന്നത് ഈ 4 വാക്കിന് വെള്ളം വരെയല്ലേ, 4 വാക്കിന് വരെയല്ലേ വെള്ളം. ഇറങ്ങാൻ പറ്റൂല. മഴ ശക്തമായതോടെ തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങും. തിരുവനന്തപുരം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ വെള്ളത്തിലടിയിലായി. ഇപ്പോഴാണ് ഈ മഴ പെയ്തതിനു ശേഷമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ തന്നെ നഗരസഭ ആരംഭിച്ചിട്ടുള്ളത്. ക്യാമറമാൻ മനോജിനോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. കനത്ത മഴയിൽ വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വ്യാപകമായി കൃഷിനാശമുണ്ടായി. മലയോര മേഖലയിലും തീരദേശവും അതീവ ജാഗ്രതയിലാണ്. കാലവർഷം കലിതുള്ളിയപ്പോൾ കോഴിക്കോടിന്റെ മലയോര മേഖലയും തീരദേശ മേഖലയും കനത്ത ജാഗ്രതയിലാണ്. അതോടൊപ്പം വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന മുന്നറിയിപ്പിൽ അതീവ ശ്രദ്ധയിലുമാണ് ജില്ലാ ഭരണകൂടം. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ പലയിടത്തും മഴ കനത്തു പെയ്യുകയാണ്. ഓറഞ്ച് മുന്നറിയിപ്പ് നിലവിലുള്ള കോഴിക്കോട് ഫറോക്കിൽ കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ കടപുഴകി വീണു. പലയിടങ്ങളിലും ഗതാഗത തടസ്സമുണ്ടായി. ചെറുവാടിയിൽ മിന്നൽ ചുഴലിയിൽ വൻമരങ്ങളടക്കം കടപുഴകി വീണു. ഇലക്ട്രിക് പോസ്റ്റുകളടക്കം തകർന്നതിൽ വൈദ്യുതി വിതരണം നിലച്ചിരുന്നു. കാരശ്ശേരിയിൽ കനത്ത മഴയിലും കാറ്റിലും 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വ്യാപകമായി കൃഷിനാശവും ഉണ്ടായി. ആലങ്കോട്ടുചാലിൽ സുബിന്റെ 300-ലധികം വാഴകൾ നശിച്ചു. കാറ്റിലും മഴയിലും എൻ്റെ പകുതിയോളം വാഴകൃഷി നശിച്ചുപോയി. ഏകദേശം കൊല മൂപ്പാവാറായിട്ടുള്ള വാഴക്കൊലകളാണ് എല്ലാം തന്നെ നശിച്ച രീതിയിലായിട്ടുള്ളത്. ദാരുണമായ ഈയൊരു അവസ്ഥ ഏതൊരു കൃഷിക്കാരനും സങ്കടപ്പെടുത്തുന്നതാണ്. പുതിയാപ്പ ഹാർബറിന് സമീപം 3 വീടുകൾക്ക് മുകളിൽ ആൽമരം വീണു. ഇന്നലെ രാത്രിയാണ് സംഭവം. കണ്ണാടിക്കലിൽ വീടിന് മുകളിലേക്ക് മരം വീണ് മേൽക്കൂര തകർന്നു. നല്ലളത്ത് 110 kV ടവർ കനത്ത കാറ്റിൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനാൽ 9ാം വളവിൽ ഗതാഗത തടസ്സം അനുഭവപ്പെടുകയാണ്. കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ടൂറിസം കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ക്വാറികളുടെ പ്രവർത്തനം 3 ദിവസം പൂർണ്ണമായും നിർത്തിവെച്ചതായും അധികൃതർ അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലെ പലയിടത്തും കനത്ത മഴ തുടരുകയാണ്. ടൂറിസ്റ്റ് മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ അതീവ ജാഗ്രതയിലാണ് ജില്ല. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച വയനാട് ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ പെയ്യുകയാണ്. മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴ ഇപ്പോഴില്ല.
നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, കോഴിക്കോട്. തീവ്ര മഴ മുന്നറിയിപ്പിനിടെ അർദ്ധരാത്രി മുതൽ പെയ്ത മഴയിൽ മധ്യ കേരളത്തിലും നാശനഷ്ടങ്ങളുണ്ടായി. രാവിലെ മുതൽ മഴ മാറി നിന്നെങ്കിലും എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും രാത്രി കനത്ത മഴ പെയ്തു. തൃശൂരിൽ മണ്ണിടിച്ചിലും ആലപ്പുഴയിലും കോട്ടയത്തും മരം കടപുഴകിയുള്ള അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇടുക്കിയിൽ ഖനന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം ഈരാറ്റുപേട്ടയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് കടുവാമൊഴി അമ്പഴത്തിനാൽ ഷിഹാബിന്റെ വീട് തകർന്നു. ഇടുക്കിയിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. അടുത്ത ദിവസങ്ങളിൽ റെഡ് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാലാണ് ഖനന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം. കൃത്യമായ നിരീക്ഷണം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കിയിൽ കയാക്കിംഗ്, ഡ്രാഫ്റ്റിംഗ്, കുട്ടവഞ്ചി സവാരി എന്നിവയും നിരോധിച്ചിട്ടുണ്ട്. ആലപ്പുഴ എടത്തയിൽ മരം വീണ് വീട് തകർന്നു. തലവടി ഇരുപതിൽച്ചിറ ഗീതാകുമാരിയുടെ വീടാണ് തകർന്നത്. ശക്തമായ കാറ്റിൽ ആഞ്ഞിലിമരം കടപുഴകി വീഴുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ വാളകത്തിന് സമീപം മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കാലവർഷക്കെടുതികളിൽ തൃശൂരിലും വ്യാപക നാശമുണ്ടായി. കുന്നംകുളം അടുപ്പൂട്ടി ഉരുളിക്കുന്നിൽ മണ്ണിടിച്ചിലുണ്ടായി. 20ഓളം കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. കൊടുങ്ങല്ലൂരിൽ മണൽ കയറ്റി വന്ന വള്ളം മറിഞ്ഞ് 2 തൊഴിലാളികൾ ഒഴുക്കിൽപ്പെട്ടു. 2 പേർ നീന്തി രക്ഷപ്പെട്ടു. ശക്തമായ കാറ്റിൽ വടക്കാഞ്ചേരിയിൽ വീട് തകർന്നു. തോറ്റുപാലം, ആലത്തൂർ, മനപ്പറമ്പിൽ കൃഷ്ണൻകുട്ടിയുടെ വീടാണ് തകർന്നത്. തൃശൂർ എരുമപ്പെട്ടി ഭാഗത്ത് മഴയിൽ വ്യാപക കൃഷിനാശമുണ്ടായി. വാഴകൃഷിയാണ് നശിച്ചത്. എറണാകുളം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും രാത്രി മുഴുവൻ കനത്ത മഴ പെയ്തു. കാര്യമായ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ജില്ലയുടെ കിഴക്കൻ മേഖലകളിലായിരുന്നു മഴ ശക്തം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലാതിരുന്നത് മഴ കനക്കുന്നതോടെ വെള്ളക്കെട്ട് സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, കൊച്ചി. കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ് കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മേത്തല പടന്ന പാലക്കപ്പറമ്പിൽ സന്തോഷിന്റെ മൃതദേഹമാണ് രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയത്. മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകടത്തിൽ കാണാതായ ഓട്ടറാട്ട് പ്രദീപിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കാറ്റിനൊപ്പം എത്തിയ മഴ തൃശൂർ ജില്ലയിൽ തുടരുകയാണ്. കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടെ വള്ളം മറിഞ്ഞ് 2 തൊഴിലാളികളെ കാണാതായി. ഓട്ടറാട്ട് പ്രദീപ്, പാലക്കപ്പറമ്പിൽ സന്തോഷ് എന്നിവരെയാണ് കാണാതായത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയപ്പോൾ വള്ളം മറയുകയായിരുന്നു. വഞ്ചിയിലുണ്ടായിരുന്ന മറ്റു 2 പേർ നീന്തി രക്ഷപ്പെട്ടു. കുന്നംകുളം അടുപ്പൂട്ടി ഉരുളിക്കുന്നിൽ വ്യാപക മണ്ണിടിച്ചിലുണ്ടായി. 20ഓളം വീടുകൾ കനത്ത മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. 20 അടിയോളം ഉയരത്തിൽ വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മൺതിട്ട് നീക്കം ചെയ്യണമെന്ന് വർഷങ്ങളായി പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പരാതിയുണ്ട്. ഉരുളിക്കുന്ന് സ്വദേശികളായ മണ്ണുമ്പാൽ ആലിസ്, ചാക്കോച്ചൻ, പ്രേമ എന്നിവരുടെ വീടിന്റെ പുറകിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. തൃശൂർ എരുമപ്പെട്ടി മേഖലയിൽ വ്യാപക കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനം, തൃശൂർ. കനത്ത മഴയിൽ അട്ടപ്പാടി ഇരുട്ടിലായി. 24 മണിക്കൂറായി അട്ടപ്പാടിയിൽ വൈദ്യുതി തടസ്സപ്പെട്ടിരിക്കുകയാണ്. കനത്ത മഴയിലും കാറ്റിലും 33 kV ലൈനിൽ മരം വീണതിനെ തുടർന്നാണ് വൈദ്യുതി തടസ്സപ്പെട്ടത്. വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ KSEB ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് ആലത്തൂരിൽ അറ്റകുറ്റപ്പണിക്കിടെ ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നു. ആലത്തൂർ സ്വാതി ജംഗ്ഷന് സമീപമാണ് ഇടിഞ്ഞു താഴ്ന്നത്. പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. റോഡ് അടച്ച് കൾവേർട്ട് നിർമ്മാണം നടക്കുന്നതിനിടെയാണ് ഇടിഞ്ഞു താഴ്ന്നത്. അരുൺ ആലത്തൂർ ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എന്താണ് അവിടെ സംഭവിച്ചത്? പാലക്കാട് ആലത്തൂരിലാണ് അറ്റകുറ്റപ്പണിക്കിടെ ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. ആലത്തൂർ സ്വാതി ജംഗ്ഷന് സമീപത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പുലർച്ചെ ഈ റോഡ് ഇടിഞ്ഞു താഴുകയായിരുന്നു. റോഡ് അടച്ച് കൾവേർട്ട് നിർമ്മാണം നടക്കുന്നതിനിടെയാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നതായി കാണപ്പെട്ടത്. നിലവിൽ അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുവെന്നും മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. പാലക്കാട് ആലത്തൂരിലാണ് ദേശീയപാതയിൽ വലിയ ഗർത്തം കണ്ടെത്തിയത്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് അവിടെ സംഭവിച്ചത്? മറ്റ് വിവരങ്ങളും കൂടി. ഈ പാലക്കാട് ആലത്തൂരിലെ ദേശീയപാതയിലാണ്, അതായത് തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ ആലത്തൂർ ഭാഗത്താണ് റോഡിൽ ഗർത്തം രൂപപ്പെട്ടത്. അവിടെ ഈ റോഡ് പണിയുടെ മേൽപ്പാലത്തിന്റെയും മറ്റുമൊക്കെ പണിയുടെ ഭാഗമായിട്ട് വിവിധ ഇടങ്ങളിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആലത്തൂർ ഭാഗത്ത് ഒരു കൾവേർട്ടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ ഒരു ഭാഗത്ത് റോഡ് പെട്ടെന്ന് ഇടിഞ്ഞ് താഴുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും അതിന്റെ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായിട്ട് റോഡ് അടച്ചിടുകയും മറ്റേ വാഹനങ്ങളെ സർവീസ് റോഡ് വഴി കടത്തിവിടുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഒരു ഗർത്തം രൂപപ്പെട്ടത്. ഈ മഴ ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിൽ അടിയിലെ മണ്ണ് ഒലിച്ചു പോയതാണ് ഇങ്ങനെ ഒരു ഗർത്തം രൂപപ്പെടാൻ കാരണമായത് എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. ശരി. തൃശൂരിൽ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ഷീറ്റ് തകർന്നു വീണ സംഭവത്തിൽ BJP കൗൺസിലർമാർ പ്രതിഷേധം നടത്തി. ഡെപ്യൂട്ടി മേയർ ML റോസിയെ കൗൺസിലർമാർ ഉപരോധിച്ചു. ഇടത് വലത് മുന്നണികൾ ജനങ്ങളുടെ ജീവന് യാതൊരു സംരക്ഷണവും നൽകുന്നില്ല എന്ന് BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. സംഭവത്തിൽ കാര്യക്ഷമമായ അന്വേഷണം വേണമെന്നും BJP ആവശ്യപ്പെട്ടു. ഇടുക്കി മുൻ DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം BJPയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടത്. സംസ്ഥാന സർക്കാരിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനൊരുങ്ങി NDA. എല്ലാം ശരിയാക്കും എന്നാണ് CPM പറഞ്ഞത്. എന്നാൽ ഒന്നും ശരിയാകാത്ത പതിറ്റാണ്ടാണ് കടന്നുപോയതെന്ന് PK കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. കേരളം വീണ പതിറ്റാണ്ട് എന്ന പേരിലാണ് പ്രതിഷേധ പരിപാടികൾ നടത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ സഖ്യം വിശ്വസിക്കുന്നു, കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പിണറായി സർക്കാർ എന്ന മഹാദുരന്തത്തെയും ഒരു വർഷത്തിനുള്ളിൽ അതിജീവിക്കും എന്നുള്ളതാണ്. ഈ ദുരന്തത്തിൽ നിന്ന് കേരളം അതിജീവിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ 10 വർഷത്തിന് 10ാം വർഷത്തിലേക്ക് കടക്കുന്ന സംസ്ഥാനത്തെ സർവനാശത്തിലേക്ക് നയിച്ചിട്ടുള്ള പിണറായി സർക്കാരിനെതിരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭത്തിനാണ് ഞങ്ങൾ നേതൃത്വം നൽകുന്നത്. ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന ഒരു പ്രധാന മുദ്രാവാക്യം കേരളം വീണ പതിറ്റാണ്ട് എന്നുള്ളതാണ്. ഒരു വർഷത്തെ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നാണ് BJP അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും എതിരെയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ NDA ഒരുങ്ങുന്നത്. എല്ലാം ശരിയാക്കുമെന്ന് CPM പറഞ്ഞിരുന്നു. എന്നാൽ ഒന്നും ശരിയാകാത്തൊരു പതിറ്റാണ്ടായി ഇത് കടന്നു പോവുകയാണ് എന്നാണ് BJP നേതാവ് PK കൃഷ്ണദാസ് അറിയിക്കുന്നത്. കേരളം വീണ പതിറ്റാണ്ട് എന്ന പേരിൽ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. രൂക്ഷ വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല BJPയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഈ ഒരു വർഷക്കാലത്തോളം വലിയൊരു പോരാട്ടമായിരിക്കും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അവസാന ഒരു വർഷം, ആ ഒരു വർഷം സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പോരാട്ട വീര്യം BJP പുറത്തു കൊണ്ടുവരുമെന്ന് കൂടി അദ്ദേഹം പറയുന്നു. വിപുലമായ പരിപാടികൾ ഉണ്ടാകും, വിപുലമായ പ്രതിഷേധ പരിപാടികളാണ് BJP സംഘടിപ്പിക്കുന്നത്, NDA സംഘടിപ്പിക്കുന്നത് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കേരളം വീണ പതിറ്റാണ്ട് എന്ന പേരിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നുകൂടി BJP നേതാവ് PK കൃഷ്ണദാസ് പറഞ്ഞു വെക്കുകയാണ്. പ്രസിദ്ധ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പരിപാടികളിലേക്ക് BJP കടക്കുകയാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് PK കൃഷ്ണദാസ് വ്യക്തമാക്കിയിട്ടുള്ളത്? ദേവിക, BJPയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പരിപാടികൾ, NDA സഖ്യം നടത്തുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പരിപാടികളാണ് നടക്കാൻ പോകുന്നത്. പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും എതിരെയാണ് ഈ പ്രക്ഷോഭ പരിപാടികളെന്നാണ് NDA നേതൃത്വം പറയുന്നത്, BJP നേതൃത്വം പറയുന്നത്. വരുന്ന 26-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ ധർണയോടുകൂടി തന്നെ ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പരിപാടികളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കും. രാജീവ് ചന്ദ്രശേഖർ NDA ചെയർമാനും അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖരാണ് ഈ പ്രതിഷേധ ധർണ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നത്. ഒരു വർഷം. ശരി പ്രശാന്ത്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ റവന്യൂ മന്ത്രി K രാജൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയത്തിലേക്ക്. 8 ദിവസക്കാലം, പ്രവചനങ്ങൾക്ക് 8 ദിവസക്കാലം മുമ്പ് ഇന്നലെ കാറ്റ് ശക്തമായ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതുപോലെ മൺസൂണിൻ്റെ കാറ്റെത്തി, ഇപ്പോൾ മൺസൂൺ എത്തിയതായി കാലാവസ്ഥാ പ്രവചന കേന്ദ്രം നമുക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലവർഷത്തിൻ്റെ ആരംഭത്തിൻ്റെയും അറബിക്കടലിലെ വടക്കൻ കർണാടക ഗോവ തീരത്തിൻ്റെ ഭാഗമായി അടുത്തായി രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ് 27 മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ്
വിവിധങ്ങളായിട്ടുള്ള മോഡലുകൾ, IMD മാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള മോഡലുകൾ കാണിക്കുന്നത്. അതുകൊണ്ട് ഈ 24-ാം തീയതിയോട് ചേർന്ന് ആരംഭിച്ച മഴ ഏതാണ്ട് ജൂൺ 1 വരെ ഏറിയും കുറഞ്ഞും പ്രദേശങ്ങളായി കടന്നു പോകും എന്നാണ് നമ്മൾ കാണുന്നത്. അടുത്ത 10 ദിവസം എന്ത് സാഹചര്യത്തിലും ഏത് തരത്തിലും മഴ പ്രതീക്ഷിക്കുക തന്നെ വേണം എന്നാണ് നമ്മൾ കരുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സാഹചര്യം വെച്ചുകൊണ്ടാണ് ഇന്ന് കളക്ടർമാരുടെ യോഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും എല്ലാ ജില്ലകളിലും നല്ല തോതിലുള്ള മഴ ലഭിച്ചിട്ടുണ്ട്. കണക്കുകൾ നോക്കിയാൽ ഇന്നലെ എറണാകുളം, കോട്ടയം ജില്ലകളിൽ 100 മില്ലിമീറ്റർ വീതം മഴ ലഭിക്കുകയുണ്ടായി. പക്ഷേ ഒരാഴ്ചക്കാലം മുമ്പ് പെയ്ത മഴയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത് പിണറായിയിലാണ്. അത് 232 വരെ ഉയർന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഇന്ന് രാവിലെ 10 മണിക്കുള്ള പ്രവചന പ്രകാരം തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളേക്ക് നിങ്ങൾക്ക് നേരത്തെ വിവരം ലഭിച്ചതുപോലെ 5 ജില്ലകളിൽ റെഡ് അലർട്ടും ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആണ് ഇപ്പോൾ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. പക്ഷേ യോഗത്തിൽ പങ്കെടുത്ത IMDയുടെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അലർട്ട് മാത്രമായി കരുതാതെ പൊതുവായി ജാഗ്രത ഉണ്ടാകേണ്ട സ്ഥിതിവിശേഷം എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മഴയോടൊപ്പം എത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള കാറ്റാണ് ഇന്നലെ മുതൽ വലിയ നാശം വിതച്ചിട്ടുള്ളത്. മരങ്ങളുടെ ചില്ലകൾ, ശക്തി കുറഞ്ഞ ഹോർഡിങ്ങുകൾ, മേൽക്കൂരകൾ അങ്ങനെ തുടങ്ങി കാറ്റിൽ പല സ്ഥലങ്ങളിലും നിലംപതിക്കുകയാണ്. ഇന്നലെ തൃശ്ശൂരിലെ കോർപ്പറേഷൻ പ്രദേശത്തുണ്ടായിട്ടുള്ളതും നമ്മളെല്ലാവരും കാണുകയുണ്ടായി. ഇപ്പോൾ ബന്ധപ്പെട്ട വകുപ്പുകൾ എല്ലാ ഘട്ടത്തിലും ഈ സാഹചര്യം ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പ്രത്യേകമായിട്ട് നടത്തേണ്ടതുണ്ട്. രാത്രി യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കണം. ദുരന്ത പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ജനങ്ങൾ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ക്യാമ്പുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ സർക്കാരിൻ്റെ നിർദ്ദേശം, റവന്യൂ വകുപ്പിൻ്റെ നിർദ്ദേശം, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നിർദ്ദേശം ഒക്കെ ലഭ്യമായാൽ ആ ഘട്ടത്തിൽ തന്നെ മാറാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. മുന്നറിയിപ്പുകളുടെ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതും ശ്രദ്ധിക്കണം. അതാത് സമയത്ത് അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഇവിടെ നിന്ന് കൃത്യമായി നൽകുന്നുണ്ട്. ശക്തമായിട്ടുള്ള മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനാണ് ഈ നിർദ്ദേശം എല്ലാം പൊതുവായി രേഖപ്പെടുത്താൻ വേണ്ടി വെക്കുന്നത്. ജില്ലാ കളക്ടർമാരുമായിട്ടുള്ള മീറ്റിങ്ങിൽ എല്ലാ ജില്ലകളിലെയും പ്രത്യേകമായിട്ടുള്ള അവസ്ഥകൾ നല്ലതുപോലെ വിലയിരുത്താൻ അവസരമുണ്ടായി. ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ മുക്തമാക്കണമെന്ന് BJP ദേശീയ കൗൺസിൽ അംഗം കുമ്മനം രാജശേഖരൻ. ക്ഷേത്രങ്ങളിൽ മതേതര രാഷ്ട്രീയക്കാർ പിടിമുറുക്കി ക്ഷേത്രഭരണങ്ങൾക്ക് വേണ്ടിയാണ് ഇനി പ്രവർത്തിക്കേണ്ടത്. ക്ഷേത്രഭരണ പ്രവേശന വിളംബരം നടത്തേണ്ട സമയമായെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ജനാഭിപ്രായം ശേഖരിച്ച് നിയമനിർമ്മാണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ റിപ്പോർട്ടുകളിലെല്ലാം ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ വിമുക്തമാക്കണം എന്ന് തന്നെയാണ് ശുപാർശ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ട്, കോടതി വിധികൾ ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് ക്ഷേത്രങ്ങളുടെ ഭരണം ഇപ്പോഴും ഒരു മതേതര സർക്കാരിൻ്റെ കൈവശം അത് ഇരിക്കുന്നു? അവർ എന്തുകൊണ്ട് അള്ളിപ്പിടിച്ച് ഈ ക്ഷേത്രങ്ങളെ ഞെക്കി ഞെരിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. അപ്പോൾ അവിടം വരെ നമ്മളെത്തി. പക്ഷേ ഇനിയും ഒരു വിളംബരം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് ക്ഷേത്ര ഭരണ പ്രവേശനത്തിന് ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് അവകാശം കിട്ടാനുള്ളൊരു വിളംബരമാണ്. ക്ഷേത്ര ഭരണ പ്രവേശന വിളംബരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വിളംബരം ഉണ്ടാകണം. അതിന് നിയമനിർമ്മാണ നടപടികൾ ആവശ്യമാണ്. അതിന് ഏറ്റവും പരമപ്രധാനം പബ്ലിക് ഒപ്പീനിയനാണ്, ജനാഭിപ്രായം. അത് സ്വരൂപിക്കാൻ നമുക്ക് സാധിക്കണം. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വൻ ധൂർത്തുമായി ടൂറിസം വകുപ്പ്. ദുബായിലെയും ഖത്തറിലെയും വിമാനത്താവളങ്ങളിൽ പരസ്യങ്ങൾ നൽകാൻ മാത്രം ചെലവഴിക്കുന്നത് 3 കോടിയോളം രൂപയാണ്. അറബ് രാജ്യങ്ങളിൽ സമൂഹ മാധ്യമ പ്രചരണത്തിനായി അനുവദിച്ചത് 2.5 കോടി. 4 മിനിറ്റ് പ്രചരണ വീഡിയോകൾ തയ്യാറാക്കാൻ അനുവദിച്ചിരിക്കുന്നത് 39 ലക്ഷം രൂപയാണ്. ഇങ്ങനെ ഒരാഴ്ചക്കിടെ ടൂറിസം വകുപ്പ് ആകെ അനുവദിച്ചത് 10 കോടിയോളം രൂപ. ഇതിന്റെ എല്ലാ രേഖകളും ജനം TVക്ക് ലഭിച്ചു. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. ദൈനംദിന ചെലവുകൾക്ക് പോലും കടം വാങ്ങേണ്ട അവസ്ഥയിലാണ് കേരളം. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നില്ല. കാരുണ്യ പദ്ധതിക്ക് കോടികളാണ് കുടിശ്ശിക. അവശ്യ മരുന്നുകൾ വാങ്ങാൻ പണമില്ല. റേഷൻ കടകൾ കാലിയായിട്ട് ആഴ്ച 1 കഴിയുന്നു. ഇങ്ങനെ സാധാരണക്കാർക്ക് ആശ്രയമേകുന്ന പദ്ധതികളെല്ലാം പണമില്ലാത്തതിനാൽ നിലച്ചു കഴിഞ്ഞു.
പക്ഷേ സർക്കാരിന്റെ ദൂർത്തിന് മാത്രം ഇപ്പോഴും ഒരു കുറവുമില്ല. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വൻ ദൂർത്താണ് മുഹമ്മദ് റിയാസ് ഭരിക്കുന്ന ടൂറിസം വകുപ്പിൽ നടക്കുന്നത്. ദുബായിലെയും ഖത്തറിലെയും വിമാനത്താവളങ്ങളിൽ പരസ്യം നൽകാൻ മാത്രം ചെലവഴിക്കുന്നത് 3 കോടിയോളം രൂപയാണ്. അറബ് രാജ്യങ്ങളിൽ സാമൂഹ്യ മാധ്യമ പ്രചരണത്തിനായി അനുവദിച്ചത് 2.5 കോടി. 4 മിനിറ്റ് പ്രചരണ വീഡിയോകൾ തയ്യാറാക്കാൻ മാത്രം അനുവദിച്ചിരിക്കുന്നത് 39 ലക്ഷം രൂപയാണ്. ഇങ്ങനെ ഒരാഴ്ചയ്ക്കിടെ ടൂറിസം വകുപ്പ് ആകെ അനുവദിച്ചത് മാത്രം 10 കോടിയോളം രൂപ. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾ കെങ്കേമമാക്കാൻ കോടികളാണ് ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെയാണ് ചെലവ് ചുരുക്കലുകൾ കാറ്റിൽ പറത്തി ടൂറിസം വകുപ്പും ഈ രീതിയിൽ വൻ ദൂർത്ത് തുടരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ആർ രാജീവ്, ജനം. സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതി എങ്ങും എത്തിയില്ല. കൃത്യമായ ആസൂത്രണമില്ലാത്തതിനാൽ കണ്ണൂർ ജില്ലയിൽ മാത്രം പാഴായി കിടക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 40ഓളം ബോട്ട് ടെർമിനലുകളാണ്. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിന് നൽകിയ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ നശിക്കുന്നത്. ജനം ബ്രേക്കിംഗ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട 8 പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതി. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് കൊട്ടിഘോഷിച്ച് ഇതിന്റെ ഉദ്ഘാടനവും നടത്തി. പദ്ധതിക്ക് വേണ്ടി കണ്ണൂരിൽ മാത്രം 41 ബോട്ട് ടെർമിനലും നിർമ്മിച്ചു. ഇതിൽ 4 എണ്ണത്തിൽ മാത്രമാണ് ബോട്ടുകൾ എത്തുന്നത്. ബാക്കിയുള്ളവ വെറുതെയായി. ഈ 41ഓളം ബോട്ട് ജെട്ടികൾ ഇതുപോലെ അനാഥമായിട്ട് കിടക്കുകയാണ്. ഈ ബോട്ട് ജെട്ടി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ മീൻ പിടിക്കാനും നായ്കൾക്ക് വന്ന് കിടക്കാനും അതുപോലെ മയക്കുമരുന്ന് കഞ്ചാവ് അടിച്ചിട്ട് കിറങ്ങിയിരിക്കാനുള്ള ഒരു സ്ഥലം മാത്രമായിട്ട് ഇതുപോലത്തെ സ്ഥലങ്ങൾ മാറിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശനിൽ ഉൾപ്പെടുത്തി 50 കോടിയോളം രൂപയാണ് പദ്ധതിക്കായി സംസ്ഥാന സർക്കാരിന് നൽകിയത്. ആസൂത്രണമില്ലാത്ത നിർമ്മാണവും നടത്തിപ്പിന് ആളുകൾ എത്താത്തതുമെല്ലാം കാരണം കൊട്ടിഘോഷിച്ച പദ്ധതി വെള്ളത്തിലായ അവസ്ഥയാണ്. മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര ടൂറിസം മന്ത്രാലയം ആദ്യം 80 കോടി രൂപ അനുവദിച്ചെങ്കിലും സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ മെല്ലെപ്പോക്ക് കാരണം ഇത് 57 കോടിയായി വെട്ടിച്ചുരുക്കിയിരുന്നു. ഇതിൽ നിന്നും 45 കോടി അനുവദിച്ചാൽ 35 കോടി മാത്രമാണ് സംസ്ഥാനം വിനിയോഗിച്ചെന്ന് വിവരാവകാശ മറുപടിയിൽ വ്യക്തമാകും. മലബാർ ടൂറിസം രംഗത്ത് കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും അതേപോലെ തന്നെ കായൽ സൗന്ദര്യം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടി ആരംഭിച്ച റിവർ ക്രൂയിസം ടൂറിസം പദ്ധതി ഇപ്പോഴും പ്രാരംഭ ദിശയിൽ തന്നെ നിൽക്കുകയാണ്. 2017 ആരംഭിച്ച് 8 വർഷം പിന്നിടുമ്പോൾ ബോട്ടുകളെത്താത്ത ബോട്ട് ജെട്ടികളുമായി ഈ പദ്ധതിയുടെ ഭാവി ഇനി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. ജനം, കണ്ണൂർ. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുറിവുണങ്ങും മുൻപേ പാകിസ്ഥാന് ധനസഹായം നൽകിയ UPA സർക്കാരിന്റെ നടപടി വീണ്ടും ചർച്ചയാകുന്നു. വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന്റെ പേരിൽ $25 മില്യൺ പാകിസ്ഥാന് നൽകിയത്. BJP ശക്തമായ എതിർപ്പുയർത്തിയെങ്കിലും ഇത് അവഗണിച്ചായിരുന്നു മൻമോഹൻ സർക്കാരിന്റെ നടപടി. 2008 മുംബൈ ഭീകരാക്രമണം, രാജ്യത്തിനായി ജീവൻ ബലി നൽകിയ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണ അടക്കമുള്ള ജവാന്മാരുടെ വീരമൃത്യു ഉൾപ്പെടെ 175 മരണങ്ങൾ. ഇരകളുടെ ചിതകളിൽ ചാരം മൂടും മുമ്പ് പാകിസ്ഥാന് ധനസഹായം നൽകിയ UPA സർക്കാരിന്റെ നടപടി രാജ്യം മറക്കില്ല. പ്രളയ ദുരിത ധനസഹായം എന്ന നിലയിൽ മൻമോഹൻ സർക്കാർ ആദ്യം $5 മില്യൺ പ്രഖ്യാപിച്ചു. മൻമോഹൻ സിംഗ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി യൂസുഫ് റാസ ഗിലാനിയെ വിളിച്ച് ദുഃഖം രേഖപ്പെടുത്തിയതിന് പിന്നാലെ $20 മില്യൺ കൂടി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു. അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്ന SM കൃഷ്ണയാണ് പാകിസ്ഥാന് കൂടുതൽ ധനസഹായം പ്രഖ്യാപിച്ച വിവരം പാർലമെന്റിനെ അറിയിച്ചത്. 17.2 ദശലക്ഷം പാകിസ്ഥാനികളെ വെള്ളപ്പൊക്കം പ്രതികൂലമായി ബാധിച്ചെന്നും മരണസംഖ്യ 1600 കവിഞ്ഞതായും ചൂണ്ടിക്കാട്ടി വികാരഭരിതനായാണ് SM കൃഷ്ണ സഭയിൽ അധിക സഹായം പാകിസ്ഥാന് നൽകുന്ന വിവരം ധരിപ്പിച്ചത്. Government has decided to increase the assistance to Pakistan from $5 million announced earlier to $25 million. Out of this amount of $20 million would be contributed to the Pakistan Initial Floods Emergency Response Plan launched by the UN Office for the Coordination of Humanitarian Affairs. The balance of $5 million would be contributed to the World Food Programme for its relief efforts in Pakistan. Prime Minister has rightly said that in such times of natural disasters, all of South Asia should rise to the occasion and extend every possible help to the affected people. BJPയുടെ ശക്തമായ എതിർപ്പ് മറികടന്നായിരുന്നു UPA സർക്കാരിന്റെ തീരുമാനം. ഭാരതത്തിന്റെ സാമ്പത്തിക നില പരിതാപകരമായി തുടരുന്ന സാഹചര്യത്തിലായിരുന്നു പാകിസ്ഥാന് ധനസഹായം നൽകാൻ UPA സർക്കാർ തീരുമാനിച്ചത്.
സ്വന്തം രാജ്യത്തെ പൗരന്മാർ അർത്ഥപട്ടിണിയിൽ തുടരുമ്പോഴും ശത്രുരാജ്യത്തെ വയറുകളെ ഊട്ടാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA സർക്കാർ കാണിച്ച ശുഷ്കാന്തി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭാരതം വീണ്ടും ചർച്ച ചെയ്യുകയാണ്. ജനം, ഡൽഹി. ഭീകരതയോട് ഭാരതം ഒരു തരത്തിലും സഹിഷ്ണുത കാണിക്കില്ല എന്ന് ആവർത്തിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. രാജ്യം ഒരിക്കലും ആണവായുധ ബ്ലാക്ക് മെയിലിംഗിന് വഴങ്ങില്ല എന്നും പാകിസ്ഥാനുമായി ഉഭയകക്ഷിപരമായി മാത്രമേ ഇടപെടുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡേഫുളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. ഭീകരതയെ പ്രതിരോധിക്കാനുള്ള ഭാരതത്തിന്റെ അവകാശത്തെ പിന്തുണച്ച ജർമ്മനിയുടെ നിലപാടിനെ വിലമതിക്കുന്നതായും S. ജയശങ്കർ പറഞ്ഞു. In the immediate aftermath of India responding to the Pahalgam terror attack. Let me share with you what I conveyed to Minister Wadeful in that context. India has zero tolerance for terrorism. India will never give in to nuclear blackmail, and India will deal with Pakistan purely bilaterally. There should be no confusion in any quarter in that regard. We also value Germany's understanding that every nation has the right to defend itself against terrorism. So once again, Minister Wadeful, Johan, thank you for the hospitality. പാക് ഭീകരത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ വിവിധ രാജ്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ അയക്കുന്ന സംഘത്തിലെ 3 ടീമുകൾ യാത്ര ആരംഭിച്ചു. മുൻ വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ അംഗമായ സംഘം ഉൾപ്പെടെയാണ് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടത്. NCP MP സുപ്രിയ സുലെ നയിക്കുന്ന സംഘത്തിലാണ് വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരനുള്ളത്. 2 ദിവസം ഖത്തറിലും അതിനുശേഷം ദക്ഷിണാഫ്രിക്ക, എത്യോപ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച് ലോകത്തിന് മുന്നിൽ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കുമെന്ന് V. മുരളീധരൻ വ്യക്തമാക്കി. ആഗോളതലത്തിൽ തന്നെ ഭീകരവാദത്തിനെതിരായിട്ട് എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള പൊതുവികാരം ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഇതിന് വളരെ പ്രസക്തിയുണ്ട്. ഇപ്പോൾ ഭീകരവാദത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇന്നലെ വാഷിങ്ടണിലുള്ള ഇസ്രായേൽ എംബസിയിൽ 2 പേര് ചെന്ന് അവിടെ ആൾക്കാരെ വെടിവെച്ച് ഇട്ടിട്ട് പാലസ്തീനെ മുദ്രാവാക്യം വിളിച്ചു കൊണ്ടുപോയത്. അപ്പോൾ ലോകത്തെവിടെയും ഭീകരവാദം ആ പ്രദേശത്തെ ജനങ്ങളുടെ സമാധാന അന്തരീക്ഷത്തെയും ആ പ്രദേശത്തെ ഒരു വികസനത്തിനും പുരോഗതിക്കുമൊക്കെ ഭീഷണിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം തുറന്നു കാണിക്കുകയും ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം അത് ലോകത്ത് മറ്റൊരു രാജ്യവും നടത്തുന്നില്ല, ഒരു രാജ്യത്തിനെതിരായിട്ട് നടക്കുന്നില്ല. ഭീകരവാദം ലോകത്ത് പല സ്ഥലത്തും ഉണ്ടാവും. പക്ഷേ ഒരു രാജ്യം വേറെ രാജ്യത്തിനെതിരായിട്ട് ഭീകരവാദികളെ പരിശീലിപ്പിച്ച് താവളമൊരുക്കി അവർക്ക് സാമ്പത്തിക സഹായം ചെയ്ത് പറഞ്ഞുവിടുന്ന ഒരു സ്ഥിതിയില്ല. ഇത് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഈ ലക്ഷ്യം. പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട്. ജാർഖണ്ഡിലെ ചൈബാസയിലെ MP MLA കോടതിയാണ് വാറണ്ട് പുറപ്പെടുവിച്ചത്. നേരിട്ട് ഹാജരാകുന്നതിൽ ഇളവ് അനുവദിക്കണമെന്ന രാഹുലിന്റെ അപേക്ഷ നേരത്തെ കോടതി തള്ളിയിരുന്നു. അമിത്ഷായ്ക്കെതിരായ പരാമർശത്തിൽ BJP നേതാവ് പ്രതാപ് കത്യാർ നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. 2018 കോൺഗ്രസ് പ്ലീനറി സെഷനിൽ രാഹുൽ നടത്തിയ പരാമർശമാണ് വിവാദമായത്. കൊലക്കേസിൽ ആരോപണം നേരിടുന്നവർക്ക് പോലും BJP അധ്യക്ഷ പദവിയിലെത്താമെന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. ഡൽഹിയിലടക്കം രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ രാജ്യ തലസ്ഥാനത്തെ മുഴുവൻ ആശുപത്രികൾക്കും സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി. കിടക്കകൾ, ICU, വെന്റിലേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ കരുതി വെക്കാനാണ് നിർദ്ദേശം. അതേസമയം ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് വിലയിരുത്തൽ. സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും ചൈനയിലുമടക്കം ഏഷ്യൻ രാജ്യങ്ങളിൽ കൊറോണ കേസുകൾ വർദ്ധിക്കുന്നത് ഭാരതത്തെയും ബാധിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കൊറോണ കേസുകളുടെ എണ്ണം വർദ്ധിച്ചതായാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രത്യേക യോഗം കൂടി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി. കൊറോണ പ്രോട്ടോകോൾ പാലിച്ചു തുടങ്ങാനാണ് ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടത്. പനി, ജലദോഷമടക്കമുള്ള കേസുകളുമായി ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ വിവരം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. JN1 എന്ന വകഭേദമാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ പടരുന്നത്. JN1 വിഭാഗത്തിലുള്ള കൊറോണ വൈറസ് താരതമ്യേന ആഘാതം കുറഞ്ഞ വിഭാഗത്തിലാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണ്. മുതിർന്നവരിൽ JN1 കാര്യമായി ബാധിച്ചില്ലെങ്കിലും കുട്ടികൾക്കാവും കൂടുതൽ ആഘാതം ഉണ്ടാക്കുക എന്നാണ് വിലയിരുത്തൽ. കൊറോണ വ്യാപനം തടയുന്നതിനും ആശുപത്രികളിൽ സൗകര്യം വികസിപ്പിക്കുന്നതിനും രാജ്യതലസ്ഥാനത്തെ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കിടക്കകൾ, ICU, വെന്റിലേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ കരുതി വെക്കണം. ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തയ്യാറാകാനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടത്. അതേസമയം നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ലെന്ന് ആരോഗ്യ വൃത്തങ്ങൾ വ്യക്തമാക്കി. ജനം, ഡൽഹി.
സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് വ്യാപിക്കുന്നു. ഈ മാസം മാത്രം റിപ്പോർട്ട് ചെയ്തത് 273 കോവിഡ് കേസുകളാണ്. കോട്ടയം ജില്ലയിൽ 82, തിരുവനന്തപുരം 73, എറണാകുളം 49 എന്നിങ്ങനെയാണ് ഈ മാസത്തിൽ ഇതുവരെ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജില്ലകൾ നിരീക്ഷണം ശക്തമാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കൊറോണ പിടിമുറുക്കുകയാണ്. 273 കൊറോണ കേസുകളാണ് ഈ മാസത്തിൽ മാത്രം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ 82, തിരുവനന്തപുരത്ത് 73, എറണാകുളത്ത് 49, പത്തനംതിട്ട ജില്ലയിൽ 30, തൃശൂരിൽ 26 എന്നിങ്ങനെയാണ് ഈ മാസത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കൊറോണ കേസുകൾ. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കൊറോണ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ ജില്ലകൾ നിരീക്ഷണം ശക്തമാക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. കൊറോണ കേസുകൾ വർദ്ധിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തി അതനുസരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ജില്ലകൾ കൃത്യമായി കൊറോണ കണക്കുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും ജില്ലാ സർവൈലൻസ് ഓഫീസർമാരുടെയും യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്നും കോളറ, മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. മിൽമ സമരം പിൻവലിച്ചു. മന്ത്രിമാരുമായി യൂണിയൻ നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത്. മിൽമ തിരുവനന്തപുരം മേഖല MD മാറ്റി നിർത്തും. വിരമിച്ച MDക്ക് പുനർനിയമനം നൽകിയതിനെതിരെയായിരുന്നു പ്രതിഷേധം. ശ്രീനന്ദ SP ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനന്ദ, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. ദേവിക, മിൽമ സമരത്തിനാണ് ഇപ്പോൾ യൂണിയനുകൾക്ക് വഴങ്ങി സർക്കാർ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം മേഖല MDയെ മാറ്റി നിർത്തണമെന്നാണ് സർക്കാരിനോട് സമരക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആ തീരുമാനത്തോട് ഇപ്പോൾ സർക്കാർ വഴങ്ങിയിരിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർ P. മുരളിയെ തിരുവനന്തപുരം മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും നിയമിച്ചത് റദ്ദാക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ഈ ആവശ്യമാണ് ഇന്ന് സർക്കാരും യൂണിയനുകളുടെ മറ്റ് മേധാവികളും തമ്മിലുണ്ടായ ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നത്. സർവീസിൽ എന്തായാലും ഇപ്പോൾ ഈ ഒരു പണിമുടക്ക് പൂർണ്ണമായും നിർത്തലാക്കാൻ നിർദ്ദേശമാണ് മിൽമയിലെ ബാക്കി ഉദ്യോഗസ്ഥരും സമരക്കാരും എല്ലാം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ദേവിക, ചെറുപുഴയിൽ 8 വയസ്സുകാരിയെ മർദ്ദിച്ച പിതാവിനെതിരെ കേസെടുത്തു. വീഡിയോ ചിത്രീകരിച്ചത് അമ്മ തിരികെ വരാനാണെന്ന് 8 വയസ്സുകാരിയുടെ സഹോദരൻ പോലീസിന് മൊഴി നൽകി. പിതാവ് ഉപദ്രവിച്ചിട്ടില്ല എന്നും കുട്ടി പറയുന്നുണ്ട്. വീഡിയോ സ്വന്തമായി എഡിറ്റ് ചെയ്ത് മാതാവിന് അയച്ചു നൽകുകയായിരുന്നു. അതേസമയം കുട്ടികളെ നേരത്തെയും അച്ഛൻ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്ന് അമ്മയുടെ സഹോദരിയും പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. പേരെന്താ? എൻ്റെ പേര് ജോജി. മോളുടെ പേരോ? ജോസ്ന. ഇന്നലെ എന്താ ഉണ്ടായേ? അച്ഛൻ തല്ലിയോ? ഇല്ല. പിന്നെ എന്തിനാ അങ്ങനെ ഒരു വീഡിയോ എങ്ങനെയാ വന്നേ? അത് എഡിറ്റിംഗ് ആക്കിയത്. മറ്റേ വീഡിയോ എടുത്തിട്ട്. ഏത് എങ്ങനെ എഡിറ്റിംഗ് ആക്കി? മറ്റേ ഒരു ഇൻഷോട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിനകത്ത് എഡിറ്റിംഗ്. എന്തിനാ അങ്ങനെ എഡിറ്റിംഗ് ആക്കിയേ? എൻ്റെ അമ്മ വരെ. അമ്മ കുറേ ആയോ ഇവിടെ വന്നിട്ട്? നോക്കാറില്ലേ അമ്മ? അമ്മ നോക്കാറില്ലേ? നോക്കാറില്ല. അച്ഛൻ ഉപദ്രവിക്കാറുണ്ടോ? ഇല്ല. മോളെ ഉപദ്രവിച്ചോ ഇന്നലെ? സത്യം പറ മോളൂ. കള്ളം പറയാൻ പാടില്ല. ഉപദ്രവിച്ചിട്ടില്ല. എപ്പോഴും കുഞ്ഞാലെ കള്ളുപിടിച്ചിട്ട് തല്ലുകയും ചെയ്യുന്നുണ്ട്. അവരെ തൊണ്ടക്കെല്ലാം പിടിച്ച് ഞെക്കെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെന്ന് വെച്ചാൽ ഇവരെപ്പോഴും കള്ളുകൊടുത്തിട്ട് കുഞ്ഞാലെ അടിക്കുക വരെ ചെയ്യുന്നുണ്ട്. അത് തള്ളിക്കളയാ ചെയ്യുന്നത് പോലീസുകാർ. ശ്രദ്ധിക്കുന്നില്ല, മൈൻഡാക്കുന്നില്ല. അതിന് എൻ്റെ അനിയത്തി ആയിരുന്നുകൊണ്ട് എനിക്ക് ഈ വീഡിയോ അയച്ചു വിട്ടത്. ഇല്ലെങ്കിൽ ഇതൊന്നും ഈ പേപ്പറിലേക്ക് വരട്ടില്ലായിരുന്നു. ഗ്രൂപ്പിലിട്ടത് ഞങ്ങളാണ്. ചേച്ചിനെ വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, നീ എൻ്റെ കാര്യത്തിൽ ഇടവരണ്ട, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ഞങ്ങൾ നടന്നോളാന്ന് പറയുന്നു. വികസിത കേരളം എന്നതാണ് BJPയുടെ ലക്ഷ്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJP അധികാരത്തിലെത്തിച്ചിട്ടേ മടങ്ങൂ. ഇത് വാഗ്ദാനമല്ല, ലക്ഷ്യമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൽ തൊഴിലില്ലായ്മയും വികസന മുരടിപ്പുമാണ്. മലയോര ജനതയെ ശത്രുക്കളായാണ് ഇടത് സർക്കാർ കാണുന്നത്. കേന്ദ്ര പദ്ധതികളിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പടം വച്ച് തങ്ങളുടേതെന്ന് പറഞ്ഞ് മേനി നടിക്കുകയാണ്. പിണറായി വിജയനും രാഹുലും സ്റ്റാലിനും ഡൽഹിയിൽ ഒന്നിക്കുകയാണ് ചെയ്യുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു. BJP ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ വികസിത കേരളം കൺവെൻഷനിൽ പങ്കെടുത്ത് കട്ടപ്പനയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ ഒരു സെലക്റ്റീവ് അല്ലേ, ഇവർക്ക് വേണ്ട സമയത്ത്
കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയും കേന്ദ്ര ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംസ്ഥാന സർക്കാരല്ലേ. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ രാഷ്ട്രീയം 24/7 ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ പറയുന്നത് എനിക്ക് ഒരു സെൻസ് കാണുന്നില്ല. ഒരു ദിവസം അവർ പറഞ്ഞു ഹൈവേ ഞങ്ങൾ ചെയ്താണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അസംബ്ലിയിൽ പറഞ്ഞില്ല, ആകെ ഇവിടെ നടന്നൊരു ഹൈവേ ആണ്, അതിൻ്റെയും ക്രെഡിറ്റ് മരുമകൻ എടുക്കാൻ നോക്കുന്നു. ഇത് ചെയ്തത് NHA ആണ്, അത് ചെയ്തത് നരേന്ദ്രമോദിജിയും നിതിൻ ഗഡ്കരിയാണ്. NHA ഇതിൻ്റെ ഒരു പൂർണ്ണ ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. NHA എത്രയോ ലക്ഷം കിലോമീറ്റർ ഗ്ലോബൽ ക്വാളിറ്റിയിൽ ഹൈവേ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്, ലോകത്തിൽ പറഞ്ഞ ഒരു ഓർഗനൈസേഷനാണ്. അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ, അതിൻ്റെ എന്തായിരുന്നു കാരണം. അത് കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ആയിരുന്നോ, കോൺട്രാക്ടറിൻ്റെ തെറ്റായിരുന്നോ, അതിന് സർവേൻ്റെ ആയിരുന്നോ, DPRൻ്റെ ആയിരുന്നോ, ഇത് കണ്ടുപിടിക്കണം. പക്ഷേ ഇതിൽ സംസ്ഥാന സർക്കാർ ഇങ്ങനെ കൈവിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു ഓപ്പർച്യൂണിസ്റ്റിക് പോളിറ്റിക്സാണ്. ഇതിൽ ചില ദിവസം അത് നമ്മളെ പ്രോജക്റ്റാണെന്ന് പറയാം, മറ്റേ ദിവസം നമ്മുടെ പ്രോജക്റ്റ് എല്ലാമെന്നും പറയാം. നാളെ വിഴിഞ്ഞിൽ എന്തെങ്കിലും നടന്നാൽ അവർ പറഞ്ഞ് വിഴിഞ്ഞ് ഞങ്ങളുടെ പ്രോജക്റ്റ് അല്ല, മറ്റേടത്ത് എന്തെങ്കിലും നടന്നാൽ അത് ഞങ്ങളുടെ പ്രോജക്റ്റ് അല്ല. അത് നടക്കുന്ന സമയത്ത് അത് ഞങ്ങളുടെ പ്രോജക്റ്റാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അവിടെയാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആവശ്യകത ഉയരുന്നതെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നമ്മുടെ ക്ഷേത്രത്തെയും കുടുംബത്തെയും പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ദേശദ്രോഹികൾ ലക്ഷ്യമിട്ടിരുന്നു. ഇതെല്ലാം തകർക്കുകയായിരുന്നു അവരുടെ രീതി. ഭാരത ചരിത്രം അത്ര മൂല്യമുള്ളതാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും UPയിലുമെല്ലാം ദേശദ്രോഹികൾ ക്ഷേത്ര മന്ദിരങ്ങൾ ലക്ഷ്യമിട്ടു. മതപരിവർത്തനത്തിന് നീക്കങ്ങൾ നടത്തിയെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. हमारी सोच ऐसी कभी नहीं थी कि दूसरों के देश में जाकर वहां आक्रमण करेंगे और उनके मंदिर, उनके मस्जिद, उनके टेंपल नष्ट करेंगे. That was not our soul, that was never motto, that was never our intention, and that is why we never went outside. And because of this, poet asked the question, कोई बतलावे काबुल में जाकर कितने मस्जिद तोड़े. Can anybody tell us that we have went to Kabul, we have went to other countries and we destroyed masjids and all other churches? Can anybody tell in this world? भूभाग नहीं, शत शत हृदय जीतने का निश्चय. ഭക്തർക്ക് ദർശന സുഹൃതമായി മള്ളിയൂർ ഗണേശ പുരാണ സപ്താഹ യജ്ഞവേദിയിൽ ഗണേശ കല്യാണോത്സവം. ഭഗവാന്റെ വിവാഹത്തിനായി എല്ലാ ഒരുക്കങ്ങളും യജ്ഞവേദിയിൽ തയ്യാറാക്കിയിരുന്നു. ഗണേശ ഭഗവാനെ പ്രത്യേക പീഠത്തിൽ ഇരുത്തി വാദ്യമേളങ്ങളോടെ സപ്താഹ മണ്ഡപത്തിലേക്ക് ആനയിച്ചതോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. തുടർന്ന് താലപ്പൊലിയും പുഷ്പവൃഷ്ടിയുമായി വരനായ ശ്രീ ഗണേശനെ വരവേറ്റു. തുടർന്ന് സിദ്ധിയും ബുദ്ധിയുമായുള്ള പരിണയത്തിന് വേദി ഒരുങ്ങി. നിരവധി ഭക്തരും ഗണേശ കല്യാണോത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. स्वस्ति संवादे सभयन्नो अस्तु स्वस्ति न इन्द्रोर्भस्रवा स्वस्ति न पूषा विश्वदेवाः स्वस्ति न साक्षो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.